ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാങ്ക് സെറ്റായി കെട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് മീൻ വളർത്തുക, മീൻ സെറ്റപ്പാക്കി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡിൽ. പക്ഷേ അതിൽ 2-3 ലീക്കാക്കിയിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ടാങ്ക് സെറ്റായി കെട്ടുക എന്നുള്ളത്. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. അമ്മേൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ അടി ഉണ്ടാക്കി എടുത്താണ്. അപ്പോൾ അതിൽ കുറച്ച് അല്ലാതെ ചില പരിപാടി ഉണ്ട്, കുറച്ച് പണികളുണ്ട്. ബാക്കി അതിലൊക്കെ ഗായ്സ് ആണ് ടാങ്ക് കാണിച്ചു തരാം. ടാങ്ക് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചിനും റൗണ്ടിൽ മുറിക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ സഹായത്തിന് ഹെൽപ്പറായിട്ട് നമ്മുടെ അനിയത്തി കുട്ടിയാണ് ഉള്ളത്. ടാങ്ക് മുറിക്കണം നമുക്ക്. ഇതാണ് വീട്ടിലെ ടാങ്ക്. വലിയ കുഴപ്പമൊന്നുമില്ല, 2-3 ഓട്ടയുണ്ട് തന്നെ ഉള്ളൂ. അത്യാവശ്യം ടാങ്കിൽ നല്ല ചെളിയുണ്ട്. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. പിന്നെ ഇത് ഈ ഹോളിലായിട്ട് നമുക്ക് ഒരു വാൾ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഈ സൈഡായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടും ചെയ്യണം. ചെറുതായിട്ടല്ല, നല്ല പണിയുണ്ട്. ഇവിടെ ഒരു ലൈന് കാണുന്നുണ്ടോ? അതിൽ കൂടെ നമുക്ക് ഹാക്സ് വെച്ച് കട്ട് ചെയ്യാനാണ് പ്ലാന്. മെഷീൻ എൻ്റെ അടുത്തില്ല. മെഷീൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പമായേനെ. ഈ ഹാക്സ് വെച്ചാണ് നമ്മൾ ഈ ടാങ്ക് മുറിക്കാൻ പോണത്. ഒരു ഹാക്സ് കൂടെ കയ്യിലുണ്ട്, അത് ഫ്രെയിം ഇട്ടുള്ളതാണ്. അത് നമുക്ക് പകുതിയാകുമ്പോൾ യൂസ് ചെയ്യാം. ടാങ്കിൽ ഡയറക്റ്റായിട്ട് ഹാക്സ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പപ്പട കമ്പി എടുത്തു, വെച്ച് ചൂടാക്കണം ഗൈസ്. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഹാക്സ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കട്ടാവുന്നില്ല. അപ്പോൾ പപ്പട കമ്പി എടുത്ത് അത് ചൂടാക്കി ടാങ്കിനുള്ളിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കട്ടാവും. അതിനുവേണ്ടിയാണ് പപ്പട കമ്പി എടുത്ത് ചൂടാക്കിയത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പഴയ യൂസ് ചെയ്യാത്ത ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നല്ല പണിയുണ്ട്. ഇത് ഫുള്ള് കവർ ചെയ്യുമ്പോഴേക്കും എൻ്റെ കൈ ഒടിയെന്നാണ് തോന്നുന്നത്, അല്ലേ? എന്നൊക്കെ ചെയ്യണം. ഞാൻ വെറുതെ ചെയ്തോന്ന് പറഞ്ഞാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് പിടിച്ച് വാങ്ങി അവൾ ചെയ്തു. വളയാണ്ടിരുന്ന ഭാഗ്യം. അങ്ങനെ കഴിയാറേ മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. ഞാൻ ടാങ്ക് മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ടാങ്കിൻ്റെ ഉൾവശം മൊത്തം നല്ല ക്ലീൻ ആക്കാനുണ്ട്. വെള്ളം ഒഴിച്ച് മൊത്തം ഒന്ന് തുടച്ച് വരച്ച് ക്ലീനാക്കാനുണ്ട്. അപ്പം നമുക്ക് അടുത്ത ചെയ്യാം. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ മൊത്തം നല്ല കറയുണ്ട്. ഉരച്ചാൽ പോകുമെന്ന് എനിക്കറിയില്ല, നോക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് മൊത്തം ക്ലീനാക്കാൻ പോകുന്നു. ഉള്ളിൽ എടുത്തിട്ട് കൂടെ സോപ്പ് പൊടി ഉണ്ട്. ചെടിയൊക്കെ ഒന്ന് നന്നായി പോകും. സബീന പൊടി ഭാഗത്ത് ഇറങ്ങി കഴുകുമോ? വിട്ടിട്ട് വേണ്ട, അതിന് കഴുകാം. ഞാൻ ഇറങ്ങാൻ പോണ്. ടാങ്കിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം എങ്ങനെയും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതും വീണ്ടും ഓട്ടേണ്ടി വരും. കഴുകുമ്പോൾ ചെളിയൊക്കെ പോകുന്നുണ്ട്. വലിയ നല്ല ഒട്ടിപ്പിടിച്ച ചെളിയൊന്നുമില്ല, അത്യാവശ്യം നന്നായി പോകുന്നുണ്ട്. വലിയ സീനൊന്നുമില്ല. ഗൈസ്, ഒരു കാര്യം കാണിച്ചുതരാം. ആരാ പണിയെടുക്കണം നോക്കിയോ. ആരിത്? ഇവിടെ നോക്ക്, നല്ല പണിയാണ് ഗൈസ്. നല്ല ചെളിയുണ്ട് ടാങ്കിൽ. ഇത് വാൾ വാങ്ങി സെറ്റാക്കണം. പിന്നെ നീല പെയിൻറ്റ് അടിക്കണം. അവിടെ പണി കഴിഞ്ഞു. ആരാ പണിയെടുക്കണം നോക്ക്, നല്ല പണിയുണ്ട്. ആരെങ്കിലും അമ്മ കാണാണ്ട് വന്ന് കയറി പണിയെടുക്കും.
നല്ല ചെളിയുണ്ടാ ഉം. ഏ ഉം. ആ ഒരു ഓട്ടയില്ലേ അത് വാൾ വെച്ച് അടയ്ക്കണം. അത് അടച്ച് നമ്മൾ നീല പെയിൻറ്റും അടിച്ചാൽ ഒരുപാട് സെറ്റായി. കഴുകി ഗായ്സ് അങ്ങനെ ഇപ്പം പെയിൻ്റ് അടിക്കാൻ പോവാണ്. കുറച്ച് പെയിൻ്റ് അടിക്കാൻ വർക്ക് നമുക്ക് നോക്കാം. ഞങ്ങൾ പെയിൻ്റൊക്കെ അടിച്ച് തീർത്തിട്ടുണ്ട് അല്ലേ? ഉം. ഇവിടെ മുഖത്തൊക്കെ പെയിൻറ്റ് ചെയ്താൽ മൂക്കിലൊക്കെ ആയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് കാണിച്ചു തരാം. ഞാനും പാത്തുക്കുട്ടിയും കൂടി അടിച്ച പെയിൻ്റാണത്. ഏകദേശം 1 മണിക്കൂർ എടുത്തു. പറ്റുന്നിടത്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റൊക്കെ കഴിഞ്ഞു ഗൈസ്. പെയിൻറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. കാരണം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ വീട്ടിലടിച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വാങ്ങാനൊന്നും തോന്നിയില്ല. ഔട്ടർ ലുക്ക് ഇതാണ്. ഗൈസ് ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. പെയിൻ്റൊക്കെ അടിച്ച് വാൾ വയ്ക്കാനുണ്ട്. ബാക്കി വീഡിയോസ് നമുക്ക് അടുത്തേക്ക് കാണാം.